മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488423266. മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ M. സ്വരാജ് പറഞ്ഞു. മാർച്ച് 6 മുതൽ 9 വരെ നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന പതാക ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്തായ പതാകയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും പാരീസ് കമ്മ്യൂണിൻ്റെയും എല്ലാം കാലത്തു തന്നെ വിപ്ലവത്തിൻ്റെ പ്രതീകമെന്ന പോലെ പരിഗണിക്കപ്പെട്ടിരുന്നത് ചുവപ്പ് നിറമാണ്. പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ രൂപീകരണ ഘട്ടത്തിലാണ് ലെനിൻ മുൻകൈയെടുത്ത് ലോക തൊഴിലാളി വർഗത്തിന് ഒരു അടയാളമുണ്ടാവണം എന്ന് നിശ്ചയിച്ച് അക്കാലത്ത് റഷ്യയിലെ പ്രമുഖനായ ഒരു ആർട്ടിസ്റ്റായിരുന്ന യെവ്ജിൻ കംസോൾക്കിൻ രൂപകൽപ്പന ചെയ്ത അരിവാളും ചുറ്റികയും നക്ഷത്രവും, അതിന് ചില്ലറ ചില ഭേദഗതികൾ കൂടി വരുത്തിയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം ലോക തൊഴിലാളി വർഗത്തിൻ്റെ അടയാളമായി സോവിയറ്റ് യൂണിയൻ്റെ പ്രതീകമായി ഒക്കെ പരിഗണിക്കപ്പെട്ടത്. പിന്നീട് ഇങ്ങോട്ട് അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത രക്തപതാക ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മിക്കതും പാർട്ടി പതാകയായി സ്വീകരിക്കുകയും അങ്ങനെ ആഗോളതലത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടയാളമായി അത് രൂപപ്പെടുകയുമാണ് ഉണ്ടായത്. ആ രക്തപതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലോകത്തിലെ എണ്ണം പറഞ്ഞ പല മഹാവിപ്ലവങ്ങളിലും ജനങ്ങൾ അണിനിരന്നത്. ഇന്നും ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്കപ്പുറത്ത് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ വിമോചന പോരാട്ടങ്ങൾക്ക് ഇന്ധനം പകരുന്ന ഒന്നായി ഈ രക്തപതാക പാറിക്കളിക്കുന്നുണ്ട്. നവകേരള സൃഷ്ടി മൂന്നാം പിണറായി സർക്കാർ പൂർണ്ണമാകും. നല്ല കോൺഗ്രസുകാർ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും M. സ്വരാജ് അഭിപ്രായപ്പെട്ടു. ജില്ലാ അതിർത്തിയായ ചെറുതുരുത്തിയിലെ വൻ സ്വീകരണം ഏറ്റുവാങ്ങിയ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിലെ അകമനയിൽ സ്വീകരണം നൽകി. തുടർന്ന് ബൈക്ക് റാലികളുടെ അകമ്പടിയോടെ വടക്കാഞ്ചേരിയിലെത്തിയ ജാഥയെ നേതാക്കൾ സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം M. സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, ജാഥ അംഗങ്ങളായ വത്സൻ പാനോളി, K. അനുശ്രീ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, MM വർഗീസ്, KD ബാഹ്ലയൻ എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.